ഇന്ന് നമ്മൾ കവർ ചെയ്യുന്ന ഈ എപ്പിസോഡ് ലോകത്തെ ഏറ്റവും വലിയ എട്ടാമത്തെ പള്ളിയുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് ഏവർക്കും തന്നെ അറിയാം, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ തലസ്ഥാനമായ അബുദാബിയിലാണ് ഈ ഗ്രാൻഡ് മസ്ജിദ് ഉള്ളത്. അതുമാതിരി തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ലൈക്ക് ഫാദർ ലൈക്ക് സൺ, ഒരു വലിയ മനുഷ്യൻ്റെ സൽപുത്രനെയാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നാട്ടിൽ വളരെ ഫേമസ് ആയി അറിയപ്പെടുന്ന സെയ്ദു ഹാജി, എന്നാൽ ഗൾഫിൽ KS ഹാജി കുട്ടായി എന്നറിയപ്പെടുന്ന ആ വലിയ മനുഷ്യൻ്റെ സൽപുത്രനായ മിസ്റ്റർ ഷാഫിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഗോൾഡൻ കപ്പ് റിയൽ എസ്റ്റേറ്റ് ആൻഡ് ജനറൽ മെയിൻ്റനൻസ് കമ്പനി LLCയും മാത്രമല്ലാതെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്തു വരുന്ന നല്ലൊരു ഫാമിലിയുടെ ഒരു അംഗമാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. റംലാൻ മാസമാണ്. തീർച്ചയായിട്ടും എല്ലാവരും നൊയമ്പ് നോട്ട് അല്ലാഹുവിനെ പ്രാർത്ഥിക്കുന്ന ഒരു നല്ല മാസം. ഈ നല്ല മാസത്തിൽ തന്നെ താങ്കളുടെ ഒരു ഇൻ്റർവ്യൂ കിട്ടിയത് വളരെ സന്തോഷമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിക്കാലം തൊട്ട് തുടങ്ങാം. നാട്ടിൽ എവിടെയാണ് സ്വന്തം സ്ഥലം? എൻ്റെ സ്വന്തം സ്ഥലം തിരൂരിൽ, മലപ്പുറം ഡിസ്ട്രിക്ട്. വിദ്യാഭ്യാസം ചെയ്തതൊക്കെ നാട്ടിൽ തന്നെ. ചേന്ദ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് ആലത്തൂർ സ്കൂൾ. ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഫാമിലിയിൽ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു വീടിൽ. ജോയിന്റ് ഫാമിലി. ഫാദറിൻ്റെ അനിയന്, 2 അനിയന്മാർ, 3 ജ്യേഷ്ഠന്, ഒന്നിച്ചായിരുന്നു ഫാമിലിയിൽ. താങ്കളുടെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? എൻ്റെ ഫാമിലിയിൽ 3 സിസ്റ്ററും 3 ബ്രദറും. 3 സിസ്റ്ററും 3 ബ്രദറും, ഈക്വൽ ആയിട്ട് 3 പെണ്ണുങ്ങളും 3 ആണുങ്ങളും. എത്രത്തോളാണ് താങ്കളുടെ മാതാപിതാക്കൾ താങ്കളുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്? വാപ്പാനായിട്ട് കൂടുതലായിട്ട് ഞാൻ സ്കൂളൊക്കെ കഴിഞ്ഞ് ഇവിടെ അബുദാബിയിൽ വന്നതിന് ശേഷമാണ് കൂടുതലായിട്ടുള്ളൊരു ഒന്നിച്ചുള്ളൊരു അടുപ്പം കൂടുതലായിട്ടുള്ളത്. വാപ്പയായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ജോയിന്റ് ആയിട്ടുള്ള ഇവിടെ വന്നിട്ടാണ് കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത്. എത്ര വരെ അപ്പൊ നാട്ടിൽ പഠിച്ചു താങ്കൾ? നാട്ടിൽ ഞാൻ +2 വരെ. അത് കഴിഞ്ഞ വഴിക്ക് അബുദാബിക്ക് വരും. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ട് അബുദാബിയിലേക്ക് വന്നു. വാപ്പ ആ സമയത്ത് എന്തായിരുന്നു ഇവിടെ ചെയ്യണ്ടായിരുന്നു? വാപ്പ ഇവിടെ ഇതന്നെ റിയൽ എസ്റ്റേറ്റിന്റെ ഫീൽഡിൽ. ഏത് കാലഘട്ടമായിരുന്നു അത്? ഞാൻ വരുന്നത് 2001-ലാണ്. 2001. വാപ്പ 1980-ൽ തുടങ്ങി വെച്ച സ്ഥാപനമാണ്. 1980 ആൾമോസ്റ്റ് 3 ഡീക്കേഡ് കഴിഞ്ഞല്ലോ. 2001 തൊട്ട് ഇപ്പോൾ 13 വരെ 13 വർഷം നീണ്ട കാലഘട്ടങ്ങളായി. എന്താണ് ഡിഫറൻസ് ഈ ബിസിനസ്സിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് താങ്കൾ? നമ്മൾ 2001-ൽ ഞാൻ വന്ന ടൈമിൽ എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അല്ല സെറ്റപ്പ് ആയിട്ടുള്ളതാണ്. അത് റെൻ്റ് ഔട്ട് ചെയ്താൽ മതി. പുതിയത് എടുക്കേണ്ടതും അതൊക്കെ ഫാദറായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പുതിയതായിട്ട് അറബികളെ കാണേണ്ടതും ഇതൊന്നും വന്നിട്ടില്ല. അവർക്കുള്ള പുതിയ അറബാക്കന്മാർ തന്നെ അവർ തന്നെ കണ്ടിന്യൂ ചെയ്യുക, അത് തന്നെ അഗ്രിമെന്റ് റിന്യൂവൽ ചെയ്യുക, അതായിട്ട് വന്നിട്ടുണ്ട്. ആക്ച്വലി ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് പ്രവൃത്തികൾ? ഞങ്ങൾ ഇതിൽ പറഞ്ഞാൽ ബിൽഡിങ് 1 കൊല്ലത്തിന് അല്ലെങ്കിൽ 5 കൊല്ലത്തിന് ഒന്നിച്ച് റെന്റ് എടുക്കുക, വില്ല ബിൽഡിങ്. ഇന്നിപ്പോ അച്ഛൻ ഉണ്ടാക്കിയ ഒരു ബിസിനസ്സിലാണ് താങ്കൾ എക്സിസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നത്. എന്തെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടോ, ഞാൻ വിചാരിച്ച ബിസിനസ് ഇതല്ല, എനിക്ക് വേറെ ബിസിനസ് ചെയ്യണമായിരുന്നു എന്നുള്ള ഫീലിംഗ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാനായിട്ട് ഒരു ചെറിയൊരു ബിസിനസ് തുടങ്ങണം എന്നുള്ളതിൽ ഒരു ഗോൾഡൻ കപ്പ് റെന്റ് കാർ എന്നുള്ളതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അത് എപ്പോഴാണ് തുടങ്ങിയത്? അതിപ്പോൾ ഈ വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇവിടെ വരുന്ന ടൂറിസ്റ്റിനൊക്കെ റെന്റ് കാർ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ കട എടുത്ത് ബോർഡൊക്കെ വെച്ച് സെറ്റപ്പ് ആയിട്ടുള്ളൂ. ലൈസൻസ് കിട്ടിയില്ല. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ കുറച്ച് താല്പര്യമുള്ള ആളാണ്. അതിന് റെന്റ് കാറിനുള്ള താല്പര്യത്തിൽ പ്രോജക്റ്റിൽ താല്പര്യമാണ്, അല്ലാതെ ഓട്ടോമൊബൈൽസിൽ താല്പര്യമില്ല. നമ്മുടെ നാട് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. നമ്മുടെ ജന്മസ്ഥലം എന്ന് പറയുമ്പോൾ നമുക്ക് എന്നും നമ്മുടെ മടിയിൽ കിടക്കുന്ന ആ ഒരു സുഖം എത്രയാണ് അത്ര തന്നെയാണ് നമ്മുടെ നാട്. നമ്മുടെ നാട്ടിനെ മിസ് ചെയ്യുന്ന ആ ഒരു ഫീലിംഗ് എത്രത്തോളം ഉണ്ട് മനസ്സിൽ? തീർച്ചയായിട്ടും ഉണ്ട്. ഒന്നാമത് ഈ റംലാൻ മാസത്തിൽ തീർച്ചയായിട്ടും നാട്ടിലെ തറാവീക്ക് പോകുന്നതും ഇവിടത്തേതും സിറ്റുവേഷനൊക്കെ തീർച്ചയായിട്ടും വ്യത്യാസമാണ്. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഇവിടെ അബുദാബി ആയാലും ശരി, ദുബായ് ആയാലും ശരി, ഇന്ന് നമ്മൾ കാണുന്നത് റിസഷൻ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒന്ന് പച്ച പിടിച്ച് വരുന്നത്. സാമ്പത്തികമായും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയാണ് ശരിക്കും എഫക്ട് ചെയ്തത്. അത് എത്രത്തോളം താങ്കളുടെ ബിസിനസ്സിൽ അത് ഡൗൺഫോൾ ആയിരുന്നു? ഞങ്ങളുടെ ബിസിനസ്സിൽ എന്ന് പറഞ്ഞാൽ 2009-ൽ നല്ല ബിസിനസ്സായിരുന്നു. 2010 ഒരു 11-12 ഈ വർഷം വരെ ഒരു ഡല്ലായിരുന്നു. റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഡല്ലായിരുന്നു. ഞങ്ങൾ എടുത്ത റേറ്റിന് ഇപ്പോൾ ഞങ്ങളൊരു 5 ലക്ഷത്തിനാണ് ഒരു വില്ല എടുത്തതെന്നുണ്ടെങ്കിൽ നമുക്ക് അതേ 5 ലക്ഷത്തിലും താഴെയാണ് റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നത്. അങ്ങനത്തെ ഒരു വർഷം ഉണ്ടായിരുന്നു, ഈ കഴിഞ്ഞു പോയ വർഷം. എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അത് 5 കൊല്ലത്തിന് നമ്മൾ ചെക്ക് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അറബിക്ക് ലോക്കലിന് 5 കൊല്ലത്തെ ചെക്ക് കൊടുത്തു കഴിഞ്ഞു. നമ്മൾ കസ്റ്റമർ ഒരു 1 ഇയർ ആണ് കസ്റ്റമറിന് കോൺടാക്ട് കൊടുക്കുന്നത്.
ഒരു 1 ഇയർ കഴിഞ്ഞാൽ അവർ റെന്റ് കുറയുന്ന അടുത്തേക്ക് അവർ പോകും. അവര് റെന്റ് കുറയുന്നപ്പോ പോകുമ്പോ നമുക്ക് അവരെ പിടിച്ചു നിർത്താൻ വേണ്ടി റെന്റ് കുറച്ച് കൊടുത്തേ പറ്റുമോ? അതിൽ ചില കൂടുതൽ ഇപ്പാനായിട്ട് പഴയ ബന്ധമുള്ള അറബികൾ നമുക്ക് ഇത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ റെന്റ് കുറച്ച് തരും. പ്രേക്ഷകർ ഏറ്റവും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്, മലയാളികളായ ഒരുപാട് പേര് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്നുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും കേരളത്തിൽ തിരിച്ചു വരണമെന്നും ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എങ്കിലും എന്തോ ഒരു തടസ്സമുണ്ട്. ആ തടസ്സം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നു ഇവിടെ ബിസിനസ് ചെയ്യുന്ന അത്രയും സുഖം നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല. എന്താണ് അതിന്റെ കാരണം? ഫാദർ എപ്പോഴും പറയാനുള്ളത്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു ദിവസം നയിച്ചു കഴിഞ്ഞാലും ഇവിടെ 1 മണിക്കൂർ നയിക്കുന്ന പൈസ കിട്ടത്തില്ല. അച്ഛൻ്റെ കാലഘട്ടത്തിൽ അച്ഛന് ഒരു ദീർഘവിഷൻ ഉണ്ടായിരുന്നു. എന്താ പറയുക, എനിക്ക് എന്ന് പറഞ്ഞ് ഞാൻ ഏറ്റെടുത്ത ഒരു സംരംഭം നമുക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും അച്ഛൻ്റെ ആ ഒരു സ്ട്രോങ് ബോണ്ടിലാണ് ഇത്രയും വലിയൊരു സംരംഭം ഉണ്ടാക്കിയത്. നമുക്കായിട്ട് ഇൻഡിവിജ്വലായിട്ട് ഒരു ആംബിഷൻ ഉണ്ടാവും. താങ്കൾ പറഞ്ഞ് താങ്കളുടെ മനസ്സിലുള്ള ആശയം റെന്റ് കാറാണ്, അത് തുടങ്ങി. ഇനി എയിമായിട്ട് ആംബിഷനായിട്ട് ബിസിനസ്സിൽ എന്ത് ചെയ്യണം എന്നാണ് ആഗ്രഹം? ഇതേ ബിസിനസ് തന്നെ ഒന്ന് ഡെവലപ്പ് ചെയ്യും. റിയൽ എസ്റ്റേറ്റ് വീണ്ടും ഒന്നുകൂടി ഡെവലപ്പ് ചെയ്തെടുക്കുന്നുള്ളൊരു ആഗ്രഹമുണ്ട്. റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ മാത്രമാണ്. സത്യസന്ധമായ ഒരു ഭൂമിയാണ് ഈ മരുഭൂമി എന്ന് പറയുന്നത്. ഇവിടെ വരുമ്പോഴേ നമുക്ക് തന്നെ നമ്മുടെ മനസ്സിൽ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ദൈവത്തിനോട് കുറച്ചും കൂടി ക്ലോസ് ആയിട്ട്, അല്ലെങ്കിൽ സത്യസന്ധമായി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ള കാരണമാണെന്ന് ഇവിടെ എന്തോ ഒരു പവർ ഫീൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നമുക്ക് ആ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എത്രത്തോളമാണ് ഇവിടുത്തെ ആൾക്കാരായിട്ട് താങ്കൾക്കുള്ള റിലേഷൻഷിപ്പ്, ഇവിടുത്തെ ലോക്കലൈറ്റ്സ് ആയിട്ട്? ബിക്കോസ് അവർ നമ്മളെ വെൽക്കം ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എത്രത്തോളമാണ് നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ലോക്കലൈറ്റ്സ്? തീർച്ചയായിട്ടും ഇവിടുത്തെ ലോക്കലൈറ്റ്സ് വളരെ കറക്റ്റാണ്. അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചീറ്റിങ്ങിൻ്റെ പരിപാടി, എത്ര പൈസ ഇല്ലാത്തവരായാലും ചീറ്റിങ് ചെയ്യുന്നില്ല. ഒരു കറക്റ്റായിട്ട് നമുക്ക് നമ്മളെ കാര്യങ്ങൾ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്കുള്ളത് കിട്ടുന്നത്. ഇപ്പോൾ എൻ്റെ ഈ തൊട്ടടുത്ത ബിൽഡിങ് ഫാദർ ഒരു 90s എടുത്ത ടൈമിൽ ഇവിടെ പുതുമാപ്പ് വന്നു, അബുദാബിയിൽ പുതുമാപ്പ് വന്നു. അതിൽ ഫുള്ള് ബാച്ചിലേഴ്സ് ആയിരുന്നു താമസിച്ചിരുന്നത്. മൊത്തം ആൾക്കാർ കാലിയായിപ്പോയി. ഞങ്ങൾ ഒരു കൊല്ലത്തിനെടുത്ത ബിൽഡിങ്ങായിരുന്നു. 44 ഫ്ലാറ്റുള്ള ബിൽഡിങ്ങാണ്. അതിൽ 35 ഫ്ലാറ്റ് കാലിയായിരുന്നു മൊത്തം. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഓണറോട് പറഞ്ഞ് ഇങ്ങനെ 20 ഫ്ലാറ്റ് കാലിയാണ്. അപ്പോൾ ഒരു അന്താസ് കണക്ക് വെച്ച് പറഞ്ഞതാണ്. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഓണർ സ്ട്രൈറ്റ് വന്ന് ബിൽഡിങ് കയറി നോക്കി, ആ സൈതനിയല്ല പറഞ്ഞു 20 ഫ്ലാറ്റ് കാലി, 35 ഫ്ലാറ്റ് കാലിയുണ്ട്, അതിൻ്റെ പൈസ വേണ്ടെന്നാണ്. നമ്മളാണെങ്കിൽ ഇങ്ങനെ പറയുമോ? ഇല്ല, തീർച്ചയായും. ഇവിടെ ഉള്ളവർ കുറെ കൂടി ദൈവത്തിനെ ആരാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു തോന്നൽ നമുക്കിവിടെ വരുമ്പോൾ വരുന്നുണ്ട്. ഈ റംലാൻ മാസത്ത് എന്തായാലും ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്ന, താങ്കൾ പറഞ്ഞു നാട്ടില് ഒരു വേറെ രീതിയാണ്, നാട്ടില് കൂട്ടുകാരായിട്ടും അങ്ങനെ ഇങ്ങനെ സമയം പോയി കിട്ടും. ഇവിടെ പക്ഷെ വർക്കും റൂമും ആയിട്ട് നിൽക്കുന്നു. പക്ഷെ എങ്കിലും ഒരുപാട് പ്രാർത്ഥനകളും കറക്റ്റായിട്ട് ഈ നോയമ്പ് നോറ്റ് നിൽക്കുന്നത് ഇവിടെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അതിനെക്കുറിച്ച്? ഇവിടെ ആകുമ്പോൾ കറക്റ്റ് നമ്മൾ വേറെ ഒരു ഇതിലേക്കും ചിന്തിക്കാതെ പ്രാർത്ഥനയിൽ മുഴുകി കറക്റ്റ് പള്ളിയിലിരുന്ന് കൂടുതൽ എല്ലാം ഓതാനും ദ്വാരക്കാനും എല്ലാത്തിനും ടൈം നമുക്ക് കിട്ടുന്നുണ്ട്. നാട്ടിലാകുമ്പോൾ അത് കിട്ടില്ല. നമ്മളതായ ഓരോ കാര്യങ്ങൾ നാട്ടിലുണ്ടാവും. എന്തായിരുന്നാലും ഇത്രയും ഒരു നല്ല ഒരു മാസത്തിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ അല്ലാഹു വന്നിട്ട് അത് യാഥാർത്ഥ്യമാക്കി തരാൻ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും ആ ഒരു യൂണിറ്റി, ആ പ്രാർത്ഥനയുടെ യൂണിറ്റി, തീർച്ചയായിട്ടും അതിൻ്റെ പോസിറ്റീവ് എനർജി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ നാട്ടിൽ നിന്ന് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നല്ല കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയുന്നത് താങ്കൾ? ഇവിടുത്തെ കാര്യം നമ്മുടെ നാട്ടിൽ വേണം എന്ന് പറയാനുള്ളെങ്കിൽ എന്ത് കാര്യമായിരിക്കും? തീർച്ചയായിട്ടും ഇവിടുത്തെ ലോക്കലിൻ്റെ റെസ്പെക്റ്റാണ് നമ്മളോട് ചെയ്യുന്നത്. അവർ സാധാരണക്കാരനോ ജോലിക്കാരനോ ഒന്നുമില്ലാതെ നമ്മളോട് അത്രയും ഇതായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളൊരു സാധാരണ ജോലിക്കാരനാണെങ്കിലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ സീറ്റിൽ ഇരുത്തും. അവരിരിക്കുന്ന സീറ്റിലാണെങ്കിൽ അത് ഇരുത്തി നമുക്ക് വളരെ എല്ലാവരും ചെയ്യും. അവരെ ഓഫീസിലേക്ക് നല്ല റെസ്പെക്റ്റോടെയാണ് നമ്മളെ കാണുന്നത്. ചെറുതെന്നുള്ളതില്ല. അങ്ങനെ ഒരു എത്ര ഏത് വലിയ ഓഫീസറെ ഓഫീസിലേക്ക് നമുക്ക് കയറി ചെല്ലാം, ഒരു തടസ്സമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ നമുക്ക് ചെല്ലാൻ പറ്റില്ല. ആ ഒരു മനസ്ഥിതി നമ്മുടെ നാട്ടിലുള്ളവർക്ക് വേണം എന്നാണ് പറയുന്നത്. വളരെ നല്ലൊരു കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെൽക്കമിങ് ആയിട്ടുള്ള ഒരു ഗ്രേറ്റ്
ഹാർട്ട് നമുക്ക് വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മലയാളികൾ നമ്മുടെ കേരളം വിട്ട് പുറത്ത് വന്ന് ഈ ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുമ്പോൾ അവർ സ്വന്തം നാട്ടിനെക്കാട്ടിലും ഏറെ ഇഷ്ടപ്പെടുന്നത് ഈ നാടാണ്. അത് കാരണം ഇവിടെ കിട്ടുന്ന ആ സ്നേഹം, ഇവിടുന്ന് ലോക്കലൈറ്റ്സ്, ഇവിടുത്തെ കിങ് കൊടുക്കുന്ന സ്നേഹമാണ് അത് തീർച്ചയായിട്ടും നമ്മുടെ ബ്രദേഴ്സായ, നമ്മുടെ സിസ്റ്റേഴ്സായ, നമ്മുടെ നാട്ടുകാരത് കൊടുക്കണമെന്നാണ് താങ്കൾ താല്പര്യം. ആൻഡ് കല്യാണം എപ്പോഴായിരുന്നു കഴിഞ്ഞത്? 2005. എത്ര മക്കളുണ്ട്? 3 2 ആൺകുട്ടി 1 പെൺകുട്ടി. 2 ആൺകുട്ടി 1 പെൺകുട്ടി. ഇപ്പൊ എല്ലാവരും കൂടി നാട്ടിൽ പോയിരിക്കും. ഇനി എപ്പോഴാണ് റംലാന്റെ നാട്ടിലാണോ? കഴിഞ്ഞിട്ട് സെപ്റ്റംബറിൽ വരും, സ്കൂൾ തുറക്കുമ്പോൾ. അപ്പൊ പെരുന്നാളിന് അവിടെ ഉണ്ടാവോ? ഞാൻ 20ക്ക് ചിലപ്പം പോകും. ഈ 20ക്ക് പോവാനുണ്ട്. എന്തായിരുന്നാലും ഇദ്ദേഹം ജീവിതത്തിൽ വിചാരിക്കുന്ന നല്ല കാര്യങ്ങൾ യാഥാർത്ഥ്യമായിട്ട് ദൈവം അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയുക, ഞങ്ങൾക്ക് ഒരുപാട് കടപ്പാടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോൻപ് നോക്കുന്ന സമയത്ത് നമ്മൾ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഇച്ചിരി അല്പസമയം നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി നൽകാൻ പറ്റിയതിന് ഒരുപാട് നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം. ഒരു 1980-85 ഇടയിലാണ് ഞാൻ അബുദാബിയിലേക്ക് വന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ ഇവിടെ ഒരു തള്ളിക്കയറ്റായിരുന്നു ചെറുപ്പക്കാരോടൊക്കെ. ശരിക്കും പറഞ്ഞാൽ ശരിക്കും വിദ്യാഭ്യാസം അന്നൊരു 10ാം ക്ലാസ് പാസ്സായവരായാലും ശരി, ഫെയിലായാലും ശരി, അവർ ഗൾഫിലേക്ക് വരലാണ് ഒരു പ്രതീക്ഷയായിരുന്നു അന്ന്. ഈ ഗൾഫായിരുന്നെന്ന അവരുടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഗൾഫിൽ വന്നവർക്കൊക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഭാഗ്യമായിരുന്നു, കടാക്ഷിക്കുന്നത് ഭാഗ്യമുള്ളവർക്കായിരുന്നു. അപ്പോൾ ഈ ഭാഗ്യമുള്ളവർക്ക് അന്ന് ഒരു നല്ല ജോലി കിട്ടുക, അതായത് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടുക, ഡിഫൻസിൽ ജോലി കിട്ടുക, പോലീസിൽ ജോലി കിട്ടുക, നല്ല ശമ്പളമായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാർ അന്ന് രക്ഷപ്പെട്ടിരുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ ശരിക്കും ഹൈ ക്വാളിഫിക്കേഷൻ തന്നെ വേണം അപ്പം. കാരണം ഇന്ന് ഗൾഫിൽ വരണമെങ്കിൽ ഇന്ന് ചെറുപ്പക്കാർക്ക് ഇന്ന് വിമുഖതയാണ്, വിരസതയാണ്. ഏത് ചെറുപ്പക്കാരോട് ചോദിക്കുകയാണെങ്കിലും താല്പര്യമില്ല. പ്രത്യേകിച്ചും സാധാരണക്കാരന്, ഇപ്പോൾ നാട്ടിലെ സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഗൾഫിനോട് തീരെ താല്പര്യമില്ല. കാരണം ഇവിടുത്തെ ഈ ശമ്പളവും അവിടുത്തെ അതുകൊണ്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒന്നാണ്. അപ്പോൾ ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല. പിന്നെ വരുന്നവരാരാണ്? ഹൈ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ്. അതല്ലാത്തവർ ഇവിടെ വന്നാൽ, ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ കാലം ജീവിതം മുന്നോട്ട് പോയി എന്നുള്ളതല്ലാതെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നത് എന്താ പറയുക, നമ്മളെ മക്കളൊക്കെ ശരിക്കും വിദ്യാസമ്പന്നരാക്കി അവരെ ഗൾഫിൽ നിന്നുള്ള ആ ഒരു പ്രതീക്ഷ കൊടുക്കാതെ രീതിയിൽ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നാട്ടിൽ തന്നെ അവർക്ക് നല്ല ജോലി, അതാണ്. ഇപ്പോൾ നമ്മളെ കുട്ടികളെ കെട്ടിക്കുകയാണെങ്കിൽ തന്നെ അവർ ഭർത്താക്കന്മാർ നാട്ടിലുള്ളവരെ കൊണ്ട്, കാരണം എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. ഒരു ഗൾഫിൽ എന്ന് പറഞ്ഞാൽ ഒരു തരം കുറേ കാലം കഴിയുമ്പോൾ കുടുംബമായിട്ടുള്ള ആ ബന്ധം അകലുക, അതിലെ മക്കളുമായിട്ടുള്ള ബന്ധം അകലുക. കാരണം ഈ ചെറിയ ശമ്പളക്കാർക്ക് ഇവിടെ ഫാമിലി കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഈ ഫാമിലിയുമായിട്ടുള്ള ഈ ബന്ധങ്ങളൊക്കെ, കുട്ടികളായിട്ടുള്ള ഈ അട്രാക്ഷനൊക്കെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നമ്മൾ കൂടുതൽ വെക്കാത്ത രീതിയിൽ ആണ് നമ്മുടെ അടുത്ത മുന്നോട്ടുള്ള ഗമനം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായമുള്ളത്.